വിളിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരസ്പരം മുഖത്തോട് നോക്കി പുഞ്ചിരിയോടുകൂടി യേശുവിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഞ്ചിരിയോടുകൂടി യേശുവിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ കാലാവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുവാനായി, ദൈവത്തിന് നന്ദി പറയുവാനായി, ദൈവത്തെ ആരാധിക്കുവാനായി, ദൈവത്തിന് ബലി അർപ്പിക്കുവാനായി നമ്മൾ തീഷ്ണതയോടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അതിനുള്ള ഉത്തരവും അനുഗ്രഹവും തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറപ്പ് ബോധ്യം ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 91:14 സ്നേഹത്തിൽ അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. എങ്ങനെ ഒട്ടി നിൽക്കുന്നത്? സ്നേഹത്തിൽ. കാരണം ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. എന്റെ നാമം അവൻ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. എങ്ങനെ? ആരുടെ നാമം? യേശുവിന്റെ നാമം അറിയുന്നത് കൊണ്ട് നമ്മളെ സംരക്ഷിക്കും. കാരണം നമ്മുടെ ഹൃദയത്തില് ഈശോയുടെ സ്നേഹം വേണം, ഈശോയുടെ നാമം നമ്മുടെ ഹൃദയത്തിൽ വേണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വീണ്ടും 15-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. എങ്ങനെയുള്ളവരാ വിളിച്ചപേക്ഷിക്കുമ്പോൾ? ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടി നിന്നുകൊണ്ട് അവന്റെ നാമം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന ഓരോ മക്കളും വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ കർത്താവായ ദൈവം എന്ന് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. കരമുയർത്തിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സഹായവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദൈവസ്നേഹത്തിൽ നാം ഒട്ടി നിൽക്കണം. ഈ ലോകം തരുന്ന സ്നേഹത്തിൽ ഒരിക്കലും ഒട്ടി നിൽക്കരുത്. അത് നമ്മളെ വേദനിപ്പിക്കും. അവന്റെ നാമം അറിയുക, പരിശുദ്ധ നാമം ഹൃദയത്തിൽ വഹിക്കുക. അങ്ങനെയുള്ള മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ ഉത്തരമരുളും. അവന്റെ കഷ്ടതകളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, അവനെ ഞാൻ മോചിപ്പിക്കും. ഇത്രയും കരുണയുള്ള ഒരു നല്ല ദൈവം നമുക്കുണ്ടായിട്ടും നമ്മുടെ കരച്ചിൽ ഇന്നോളം അവസാനിച്ചിട്ടില്ല. ഹല്ലേലൂയ.